ഹലോ ബ്രിജിത്താണോ? ഹലോ 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 ചേട്ടാ ബ്രിജിത്തുണ്ടോ? ബ്രിജിത്തേടാ ദേ വിളിക്കുന്ന. നിന്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്? അല്ല, പിന്നെന്തിനാ നീ വന്നേ? പൊക്കോണമായിരേ നീ എന്തോ വിചാരിച്ചെന്നെ കുറിച്ച്? എനിക്കിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. ചേച്ചി ഫോൺ ഇറങ്ങിയെന്ന്. ചേച്ചി എന്താണ് കിടന്ന് കാറുന്നേ? ഫോൺ റിങ് ചെയ്ത് എടുക്കത്തുമില്ല. ചേച്ചി ഫോണൊന്ന് എടുക്ക്. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കും. എടുക്കുന്നില്ലേക്ക് സൈലന്റ് ആക്കി. നശിച്ചവനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. എന്നും അവനെ തിരക്കി അങ്ങ് ആള് വരവാ. ഓരോരുത്തന്മാര് നേരം വെളുക്കുമ്പോ വരും. ആരെങ്കിലും ഉണ്ടോ? ആരാ? എവിടെയാന്ന് പറഞ്ഞാ മതി. നിങ്ങൾ ആരാ? എന്റെ നമ്പർ എനിക്ക് എവിടുന്ന് കിട്ടി? തന്റെ ഇങ്ങോട്ട് വിളിക്കരുന്നല്ലേ പറഞ്ഞത്? റേറ്റിന്റെ എന്റെ വീട് പോയി ചോദിക്കടാ. വെച്ചിട്ട് പോടമായില്ലേ? ചേച്ചി ആരാ? ആരും ഇല്ല, നിന്ന് പോയേ. ചേച്ചി പിന്നെ ആരാ ചീത്ത പറഞ്ഞേ? ആരോടാ ചൂടായേ? ഇവിടെ ആരും ഇല്ലെന്ന്. ചേച്ചി കാര്യം പറ. എടാ നീ സിഗരറ്റ് വലിച്ചോ? എടാ നീ സിഗരറ്റ് വലിച്ചോന്ന്? അമ്മ ഇങ്ങ് വരട്ടെ, ഞാൻ പറയാം. മോൻ വളർന്ന കാര്യം അമ്മ അറിയട്ടെ. അമ്മ വരുമ്പോ മോളുടെ ഫോൺ വിളി കൂടി ഞാൻ പറയാം. ചേച്ചി, അമ്മ എന്നെ 2 അടിയടിക്കുമായിരിക്കും. പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ അതായിരിക്കത്തില്ല. ചിലപ്പോൾ ചേച്ചിയുടെ കോളേജിൽ പോക്ക് എന്നെ അമ്മ വേണ്ടെന്ന് വെക്കും. ആരാ ഫോൺ വിളിച്ചെന്നൊന്ന് പറ ചേച്ചി. എടാ എനിക്കും അറിയത്തില്ല. ഏതോ ഒരുത്തൻ ഇന്നലെ മുതൽ വിളിച്ചിട്ട് റേറ്റ് ചോദിക്കുക. വേറെ കുറെ അവന്മാർക്ക് വീഡിയോ കോൾ ചെയ്യണം, വീട് എവിടെയാണെന്ന് അറിയണം. അവനെങ്ങനെ നമ്പർ കിട്ടി? ഞാൻ വിളിക്കുമ്പോ നീ കോള് കട്ട് ചെയ്യും അല്ലടി? കൂടെ കിടക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇഷ്ടാണെന്നല്ലേ പറഞ്ഞേ? നാളെ മുതൽ നീ എത്ര കോള് കട്ട് ചെയ്യുമെന്ന് കാണാടി. ഏതവനവൻ?
+1 എൻ്റെ സീനിയറായിട്ട് പഠിച്ച ബ്രിജിത്ത്. ബ്രിജിത്തുണ്ടോ? ചേട്ടാ ബ്രിജിത്ത് കഴിഞ്ഞ ആഴ്ച ബസ് സ്റ്റോപ്പിൽ വന്നെന്ന് എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നും കോളേജിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. പിന്നെ ഇപ്പം ഫോണിൽ വിളിച്ച് ഭയങ്കര ശല്യം കാരണം ഞാനിപ്പം കോൾ എടുക്കത്തില്ല. അതിനാണ് എൻ്റെ നമ്പർ വേറെ ആർക്കൊക്കെ കൊടുത്ത്. ഏതൊക്കെ അവന്മാർ വിളിച്ചിട്ട് അവിടെ വാ ഇവിടെ വാ ഫോൺ എടുക്കാൻ തന്നെ എനിക്ക് പറപ്പാ. ചേച്ചി നമുക്ക് ഈ സിം അങ്ങ് മാറാം. എടാ കണ്ടവന്മാരെയൊക്കെ പേടിച്ച് ഞാൻ എന്തിനാ സിം മാറുന്നേ? ഈ സിം അങ്ങ് മാറിയ ഇവന്മാരൊന്നും ഇനി വിളിക്കത്തില്ല. എടാ നീ പോ നീ സിഗരറ്റ് വലി. ഞാൻ അമ്മയോടൊന്നും പറയത്തില്ല. ചെല്ല്. നീ അവന്റെ പുതിയ കൂട്ടുകാരനാണോ? എന്തിനാ അവനെ തിരക്കുന്നേ? ആ, ഓരോരുത്തന്മാര് നേരം വെളുക്കുമ്പോ വരും ബ്രിജിത്തിനെ ചോദിച്ചോണ്ട്. വരുന്നവന്മാർക്ക് അങ്ങ് വിളിച്ചോണ്ട് പോയാ മതി. പിന്നെ ഞാൻ വേണം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി നിരങ്ങാൻ. പോടാ, ആ നശിച്ചവൻ ഇവിടെ എങ്ങും ഇല്ല. ഏതോ ഒരുത്തൻ ഇന്നലെ മുതൽ വിളിച്ചിട്ട് റേറ്റ് ചോദിക്കുക. വേറെ കുറെ അവന്മാർക്ക് വീഡിയോ കോൾ ചെയ്യണം. വാ, കഴിക്കാൻ എടുത്തു വെച്ചു. സോനെ, നിനക്കൊന്ന് കുളിച്ചിട്ടിരുന്നൂടെ സോനെ? പഠിക്കാനുണ്ടായിരുന്നു. കഴിക്കാതിരിക്കുമ്പോ തന്നെ. ഹലോ സുനോജെ, ഹലോ, കേൾക്കാമോ? പുതിയ സ്റ്റോക്ക് വിലയിട്ടിട്ടില്ലല്ലോ. ഓ, രാവിലെ ബില്ല് വരുമ്പോ തരാമെന്നല്ലേ ജയശ്രീ പറഞ്ഞത്. അത്യാവശ്യമാണെങ്കിൽ രാവിലെ വരാൻ പറ. ആ, ഓക്കെ. നീ കഴിച്ചു കഴിഞ്ഞോ? ആ, വയ്യ, തലവേന. എന്നാലേ പോയി കിടന്നു. എൻ്റെ ബാഗിൽ വിക്സ് ഇരിപ്പുണ്ട് കേട്ടോ, അതെടുത്ത് പുരട്ടിയിട്ട് കിടന്നു. നിന്റെ ഫോണിന് എന്താ പറ്റി? അതിലാരെങ്കിലും വിളിച്ച് എടുത്താലെന്താ? ആ ജ്യോതി വിളിച്ചിട്ട് എങ്ങും എടുക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഫോൺ സൈലന്റ് ആയിരുന്നു. അതങ്ങ് മാറ്റിയിടുക കേട്ടോ. ആരെങ്കിലും വിളിച്ചാൽ അത്യാവശ്യത്തിന് കിട്ടണ്ടേ? ആ, ചേട്ടാ ബ്രിജിത്തുണ്ടോ? ഞാൻ വീട്ടിൽ പോയായിരുന്നു. ബ്രിജിത്തേടാ, ദേ വിളിക്കുന്ന. അവിടെ ഒന്നേ, നീ അവനെ കാണുമ്പോ അവന്റെ കയ്യിൽ കാശുണ്ടേ തരാൻ പറ. വീട്ടിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ അരിയുണ്ടോ എന്നൊന്നും അറിയണ്ട. നേരം വെളുക്കുമ്പോ അങ്ങ് ഇറങ്ങിപ്പോകും കഴിവേറിയുടെ മോൻ. ഇപ്പൊ വരും, മൂത്രയ്ക്കുക. എന്തടി അദ്ദേഹം മലപ്പുറം പോയപ്പോ എടുത്ത രാത്രി വിളിച്ച പിന്നെ നീ ഫോണൊന്നും എടുക്കരുത്. ഓ പിന്നെ ചേട്ടൻ പോയാൽ ബസ് സ്റ്റോപ്പിൽ വന്നെന്ന് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു. കൂടെ കിടക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു. ശരിയെന്നാ വിളിക്കാം. പിന്നിപ്പം ഫോണിൽ വിളിച്ച് എടാ നീ പോയി ഒരു പൈൻറ്റ് പോയിട്ട് വാ. അവിടെ ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങ് വന്നാ പോരെ? ആ മതി. ആ നീ ഏതാടാ? എന്താ കാര്യം? എൻ്റെ പേര് സനു, സോനയുടെ അനിയനാണ്. ചേട്ടാ
വാടാ, എനിക്ക് സംസാരിക്കണ്ടേ? അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊന്ന് ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട. ഏരിയ എത്ര നല്ലതെന്നല്ല. നിന്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേ? അല്ല, പിന്നെ എന്തിനാ നീ വന്നേ? അത് ചേച്ചിയുടെ ഫോണിൽ ആരൊക്കെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. ചേട്ടൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വിളിക്കരുതെന്ന് പറയണം. നീ അവളോടെ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ. നിങ്ങൾ വിളിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ ഫോൺ എടുക്കുന്നത്? എന്നവൾ പറഞ്ഞു. ഞാനിന്ന് വിളിക്കും, അവളോട് ഫോൺ എടുക്കാൻ പറയണ്ട. ഇനി വിളിച്ചാൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്തെന്ന് പറഞ്ഞു? പോലീസ് എന്ന് പറഞ്ഞാൽ പേടിക്കുന്നു ചേട്ടാ. ചേട്ടാ ചേട്ടന്ന് വിടേട്ടാ. നീ എന്തോ വിചാരിച്ചു എന്നെ കുറിച്ച്? വിടേട്ടാ വിടേട്ടാ. വേണ്ട, അനിയനെ ചേച്ചി ഇവിടെ എനിക്ക് ഉണ്ടാക്കാൻ വന്നിരിക്കുകയാടാ. വേണ്ടേട്ടാ. നീ പോലീസ് കേസ് എന്നൊക്കെ പറയണ്ടല്ലോ. വിടേട്ടാ. പിടിച്ച് തള്ളുന്നടാ മയിരെ. വേദന എടുക്കുന്നേട്ടാ. നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? എനിക്കിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. പോലീസിനേട്ടാ പേടിക്കുമെന്ന് വിചാരിച്ചടാ. ചള്ളൂർക്ക പൊക്കോണം മയിരേ, ഉണ്ടാക്കാൻ വന്നേക്കണം. ചേച്ചി കഥ തുറക്ക് ചേച്ചി, നമുക്ക് എന്തേലും ചെയ്യാം. ചേച്ചി ഉണ്ടാക്കാൻ വന്നേക്കണം. ചേച്ചി ഇന്ന് കോളുവല്ല വന്നായിരുന്നോ? ആ, ഞാൻ എടുത്തില്ല. ചേച്ചി പരീക്ഷയാണോ? എന്തേ? അല്ല, പഠിക്കുന്നോണ്ട് ചോദിച്ചേ. നീ പോയേ, നിനക്ക് സിഗരറ്റൊക്കെ വലിക്കാനുള്ളതല്ലേ? എനിക്ക് പഠിക്കണം. പോടാ. അനിയനെ ചേച്ചി ഇവിടെ എനിക്ക് ഉണ്ടാക്കാൻ വന്നിരിക്കുകയാടാ. ചേച്ചി ഇത് സേവ് ചെയ്ത നമ്പർ ആണല്ലോ. നീ അതെടുത്ത് എന്തു ചെയ്യാൻ പോവാ? ചേച്ചി കോൾ എടുക്ക്. എടാ അതോടെ വെച്ചേ, അത് അടിച്ചു തന്നോളൂ. എത്ര നാൾ ചേച്ചി ഇങ്ങനെ ഫോൺ എടുക്കായിരിക്കും? നീ പോയേ, അതവിടെ കിടന്ന് അടിക്കട്ടെ. ചേച്ചി ആ ഫോൺ എടുത്ത് മറുപടി പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഇന്നുകൊണ്ട് തീരും. നീ ഇന്ന് കാണിക്കാന്ന് പറഞ്ഞേ. ഇവിടെയെങ്കിലും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നു മോളെ. എടാ ഇവനോടൊക്കെ ഞാൻ എന്തോ പറയാനാ? ചേച്ചി ഇപ്പൊ ഈ ഫോൺ എടുത്തില്ലെങ്കിൽ ഇയാൾ ഇന്ന് മുഴുവൻ വിളിച്ചോണ്ടിരിക്കും. ചിലപ്പോ നാളെ.
കോളെടുത്ത് കാര്യം പറഞ്ഞു നോക്ക്. പറ്റാതെ വന്നാ പിന്നെ തെറിയെങ്കിൽ തെറി. പിന്നെ ഇയാൾ വിളിക്കരുത്. ഫോൺ എടുക്ക് ചേച്ചി. ചേച്ചി എടുക്ക്. ബാക്കിയും കൂടി കാണിക്കേ. ഇത് മൈരനാടാ ഇത്. ഇത് മൈരനാടാ ഇത്. പറയുന്നേക്ക് ചേച്ചി എടുക്ക്. ആരാണെങ്കിൽ നേരെ വേണം. ഹലോ, ആർക്കാണ് ചേച്ചിയുടെ നമ്പർ കൊടുത്തേ? ഹലോ, ഇത് സോനയാണോ? എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാനിവിടെ മഞ്ചേരി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ നിങ്ങളുടെ പേരും നമ്പറും എഴുതി വെച്ച് കണ്ടിട്ട് വിളിക്കുകയാണ്. ഇനി നിന്റെ ചേച്ചി ഫേമസ് അല്ലടാ, നാട്ടുകാരെ സ്വന്തം സോന. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് എൻ്റെ ഭാര്യയുടെ നമ്പറും ഇതുപോലെ ആരോ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ എഴുതി വെച്ചു. അന്ന് എൻ്റെ കുടുംബം അനുഭവിച്ച വേദന എനിക്ക് നന്നായി അറിയാം. ഇതുപോലെ ഇതിനേക്കാൾ പ്രയാസമുള്ളൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാനും. മാനാഭിമാനത്തോടെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഒരു വീട്ടമ്മ. സാമൂഹ്യ വിരുദ്ധർ മൊബൈൽ നമ്പർ പ്രചരിപ്പിച്ചതോടെ അശ്ലീല ചുവയോടെയുള്ള ഫോൺ വിളികൾ കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ്. നിങ്ങൾ എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തെ. ഇത് 2 ദിവസം മുമ്പ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റേഷനിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പരിങ്ങിക്കൊണ്ട് സ്റ്റേഷൻ്റെ വരാന്തയിലേക്ക് വരുന്നതാണ്. ഇവിടെ ഒരു ബാത്റൂമിൽ എൻ്റെ ഉമ്മയുടെ നമ്പർ ആരോ എഴുതി വെച്ച ആ നമ്പർ ഫോളോ ചെയ്ത് പലരും എന്നെ ഉമ്മയെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് വലിയൊരു മാനസിക വിഷമമുണ്ട്. 2018 മെയ്യിൽ ഒരു ദിവസം രാവിലെ മുതൽ തമിഴ് ലാംഗ്വേജിലുള്ള അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരം എൻ്റെ ഫോണിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ 100 കണക്കിന് കോളുകളാണ് ഒരു ദിവസം ഈ പാവപ്പെട്ട സ്ത്രീയുടെ ഫോണിലേക്ക് വരുന്നത്. അങ്ങനെ കേട്ടപ്പോൾ വിചിത്രമായി തോന്നിയെങ്കിലും അത് അവനെ സംബന്ധിച്ച് വളരെയധികം മാനസിക വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായി. സർക്കാർ ആശുപത്രികളിലെയും ബസ് സ്റ്റാൻഡുകളിലെയും ശുചിമുറികളിൽ നിന്ന് നമ്പർ ലഭിച്ചുവെന്നാണ് ചിലർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്താത്തയുടെ നമ്പർ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പബ്ലിക് ടോയ്ലറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുയിടങ്ങളിലും ട്രെയിനുകളിലുമൊക്കെ ശുചിമുറിയിൽ സ്ത്രീകളുടെ നമ്പർ എഴുതി ആത്മഹത്യ ചെയ്താലോന്ന് വരെ ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധന്റെ മനോവൈകൃതം 4 കുട്ടികളുള്ള വീട്ടമ്മയുടെ സ്വൈര്യജീവിതം വെച്ച് ഫോൺ വരുമ്പോൾ അബദ്ധത്തിൽ കുട്ടികളെടുത്താൽ അവരോടും അശ്ലീലം. ഇത്തരം ലൈംഗിക വൈകൃതം ഉള്ള ആൾക്കാരെ തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഈ നമ്പറുകൾ എഴുതിയിരുന്ന ഈ സ്വഭാവം മാറ്റണമെങ്കിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ ട്രെയിൻ അധികൃതർ, അതുപോലെ മറ്റ് ലിഫ്റ്റുകളിലൊക്കെ നമ്പറുണ്ട്. അവരൊക്കെ അത് മായ്ച്ചു കളയാനുള്ള, പെട്ടെന്ന് മായ്ച്ചു കളയാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. ഇന്നെ സാറടിച്ചപ്പോൾ ആരൊക്കെയാടാ ചിരിച്ചത്? ജിഷ്ണുവിൻ്റെ ഓയത്തോടാ. അവന്മാർക്കുള്ള പണിയാന്നുള്ള കൊടുക്കുന്നുണ്ട് അയാൾക്ക്. ആർക്ക്? സാറിനോ? എന്ത് പണി? അയാളുടെ വണ്ടിയുടെ കാറ്റങ്ങി അഴിച്ചു വിടും. അവിടെ CCTV ഒക്കെ ഉള്ളത്, പണി കിട്ടുവേ. വാ, വണ്ടി വരാറായി, പോവാ. അയാൾക്ക് ഞാൻ പണി കൊടുക്കും. ഡാ, നിന്റെ രാജി സാർ നമ്പർ? ആ ഉണ്ട്.